ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിന് മുമ്പായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ വീഡിയോയും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചുരയ്ക്ക അല്ലെങ്കിൽ ബോട്ടിൽ ഗാർഡ് കൊണ്ട് ഒരു കോഫ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വേറൊരു കാബേജ് കൊണ്ടൊരു കോഫ്ത ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചുരയ്ക്ക വെച്ച് ഉണ്ടാക്കുന്ന ഒരു കോഫ്തയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഞാനൊരു 2 സവാള ഉള്ളി ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് റഫായിട്ട് അരിഞ്ഞേക്കുന്നു. 2 ടൊമാറ്റോയും റഫായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, 5 10 അല്ലിയോളം വെളുത്തുള്ളി ഉണ്ടാവും. ഒരു ഇഞ്ചോളം വലുപ്പത്തിൽ ഇഞ്ചിയുണ്ട്. അതൊക്കെ അതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ട് ഒട്ടും വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഒരു പേസ്റ്റാക്കി നമുക്ക് എടുക്കാമേ. അതിനുശേഷം ടൊമാറ്റോയും അതുപോലെ തന്നെ പേസ്റ്റാക്കി, വെള്ളം ഒഴിക്കാതെ തന്നെ അതിൻ്റെ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. രണ്ടും നമുക്ക് ഒരിടത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചുരക്കയിൽ നിന്ന് നമുക്ക് വെള്ളം, അതിനകത്ത് കുറേ വെള്ളം ഉണ്ടാവും. നമുക്ക് ആ വെള്ളം ഒന്ന് സ്ക്യൂസ് ചെയ്ത് നല്ലപോലെ പിഴിഞ്ഞ് ഒന്ന് എടുക്കണം. ഇതുപോലെ കൈ വെച്ച് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം മുഴുവൻ നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ കോഫ്ത ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒത്തിരി വെള്ളമായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ അധികമുള്ള വെള്ളം നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്ത് മാറ്റാം. ഇതായിപ്പം ഇതിനകത്തൊന്നും നമ്മൾ ഈ ചുരക്കകത്തുനിന്നുള്ള എല്ലാ വെള്ളവും നമ്മൾ സ്ക്യൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതിനകത്തേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യണം. ഞാനിവിടെ അല്പം അജ്വൈനാണ് എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് അജ്വൈൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അല്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണോളം മുളക് പൊടി. അതിലേക്ക് നമുക്ക് ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടത് കടലമാവാണ്. നമുക്കിത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഞാനത് മുഴുവൻ ചേർത്തിട്ടില്ല. ഞാനിപ്പോൾ ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്ത് ആദ്യം നമുക്കിത് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആയില്ലാന്ന് വരികയിൽ പിന്നെ നമുക്ക് വീണ്ടും ചേർക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് അത് ഇളക്കി ഒരു ഡോ ആക്കി മാറ്റി വെച്ചു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കോഫ്ത നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നമുക്ക് ചെറിയ തീയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും, ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് എല്ലാ കോഫ്തകളും ഇട്ട് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്ത് ഇപ്പം ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത കോഫ്തകളെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി വന്ന കോഫ്തകളും കൂടെ നമുക്ക് എല്ലാം കൂടി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമേ. അതും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് അതിലേക്ക് 2 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് കൊടുത്ത് നമുക്കതൊന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് പൊടി മസാലകളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ കൂടെ കരിഞ്ഞു പോകും. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു.
1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എരിവ് നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. നമ്മൾ കോഫ്തയ്ക്കകത്തും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതുകൊണ്ട് മുളക് പൊടി നിങ്ങൾക്കത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ പച്ചമണം, മസാലയുടെ ഒക്കെ പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ഒനിയൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒനിയൻ നമ്മൾ പച്ചയ്ക്കാണത് പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്ററും കൂടെ ചേർത്ത് കൊടുത്ത് ടൊമാറ്റോയുടെ പേസ്റ്റും കൂടെ പ്യൂരി കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ടൊമാറ്റോ ഒന്ന് വേകുന്നതിന് വേണ്ടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ കോഫ്തയ്ക്കകത്തും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വേണം ഇവിടെ ചേർക്കാൻ. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി അടച്ച് വെച്ച് നമുക്ക് അല്പം നേരം ടൊമാറ്റോ ഒന്ന് വേകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ പരുവമായിട്ടുണ്ട്. ഇതുപോലെ നമുക്കൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ഇപ്പോൾ നമുക്ക് തയ്യാറായി വന്നിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. ഞാനിവിടെ എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചോറിനൊക്കെ കഴിക്കാനാണെങ്കിൽ ഇച്ചിരി ഗ്രേവി കൂടുതലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നന്നായി വെള്ളം ഒഴിച്ച് നന്നായി തിളച്ചതിന് ശേഷം നമുക്കതിനകത്ത് അല്പം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതൊക്കെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോഫ്ത നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഏകദേശം കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിങ് ബൗളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രൈഡ് റൈസ്, ജീര റൈസ്, പുലാവ് ഇതിനൊക്കെ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.